മനുഷ്യന് ആ ഭൂമിയിൽ നിന്നൊരു സ്വർണത്തിന്റെ ഭരണി കിട്ടുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു വീടും വസ്തുവും വാങ്ങി. സ്വാഭാവികമായിട്ട് പെട്ടെന്ന് മനസ്സിലാകാൻ, ഒരാളുടെ കയ്യിൽ നിന്ന് വീടും വസ്തുവും വില കൊടുത്തു വാങ്ങി. അങ്ങനെ വാങ്ങി കുറച്ചു ദിവസം കഴിയുമ്പോ ആ സ്ഥലത്ത് നിന്ന് കുറച്ച് സ്വർണം കിട്ടാ. നമ്മളൊക്കെ നിധി കിട്ടാന്ന് പറയും. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ ചിന്തിക്കുന്നു, പടച്ചോനെ ഇത് എന്റേതല്ലല്ലോ, ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വീടും സ്ഥലമല്ലേ വാങ്ങി, ഇത് എന്റെ അല്ലല്ലോ. ആ മനുഷ്യന്റെ അടുക്കലേക്ക് പോയി വീട് കൊടുത്ത ആളുടെ വീട്ടിൽ പോയിട്ട് പറയുന്നു, നിന്റെ വീട് സ്ഥലമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ, ഈ സ്വർണ്ണം എനിക്കുള്ളതല്ല, നീ എടുത്തോ, ഇത് നിന്റെതാ, ഇത് എനിക്കുള്ളതല്ല. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യൻ പറയുന്നു, ഞാൻ നിനക്ക് വീടും പറമ്പും തന്നു, അതിനകത്തുള്ളത് സർവ്വതും നിനക്ക. രണ്ടുപേരും തമ്മിൽ തർക്കിക്കുകയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. അയൽവാസിയുടെ ഒരേക്കർ വസ്തുണ്ട് ഇവന്റെ വീടിരിക്കുന്ന സ്ഥലമൊക്കെ നോക്കുവാണെങ്കിൽ 50 സെന്റ് അല്ലെങ്കിൽ 25 സെന്റ് ഇവന് സ്ഥലമുണ്ട്. അയൽവാസിക്കുള്ളത് 5 സെന്റ്. അവന്റെ അതിര് തോണ്ടുന്നവനോടാ ഇത് പറയുന്നത്. അല്ലാഹു കാക്കട്ടെ. നിങ്ങൾ ചിന്തിക്ക്, എടാ, ഒരു 1/4 സെന്റ് പോലും, ഒരു അല്പം അതിര് കൊടുക്കണില്ല, അതും തോണ്ടും. അവൻ ആകെ ഉള്ളത് 5 സെന്റും വീടും. പടച്ചവനെ നിന്ന് തിരിയാൻ സ്ഥലമില്ല, അവന്റെ അതിര് എന്തിനാപ്പാ? നിങ്ങൾ ഈ പല റോഡിൽ കൂടെ പോണ കണ്ടിട്ടുണ്ടോ? അവൻ കെട്ടിയിട്ടിരിക്കണത് 25 സെന്റിനകത്ത് 30 സെന്റിന്റെ അകത്ത് കൊട്ടാരം പോലൊരു വീട് വെച്ചിട്ടുണ്ട്. ഇവന്റെ വീടിന്റെ മതിലിരിക്കണമെന്നറിയോ? ചിലപ്പോ ഒരു 10-25 വീട്ടുകാർക്ക് കയറിപ്പോകാനുള്ള വഴിയുടെ തുമ്പിലായിരിക്കും. ഇവന്റെ മതിൽ ഇറക്കിക്കെട്ടായിരുന്നു സ്ഥലമില്ല, കൊണ്ട് വെച്ചിരിക്ക. 4 ചോയ്ക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരസ്പരം ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വീടും വസ്തുവും വാങ്ങി. സ്വാഭാവികമായിട്ട് അവന്റെതാ. പൈസ കൊടുത്ത് ഷാജിക്കാടെ കയ്യിൽ നിന്ന്